Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഗോക്കുവും അതുപോലെ തന്നെ സുപ്രീം കായും ആ ബ്ലൂ മാനും അവർ 3 പേരും ഡീമൺ വേൾഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ സുപ്രീം കായ ആണെങ്കിൽ ചുറ്റുമുള്ള കാഴ്ചകളെല്ലാം ഗോക്കുവിന് കാണിച്ചു കൊടുക്കും. വാവ്, ഇതിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമി ഒരു പൊടി പോലെയാണ് കാണാൻ കഴിയുന്നത്. പേടകത്തിന് ഇത്രയും സ്പീഡിൽ പോകാൻ കഴിയുമെന്ന് ഞാൻ കരുതിയതല്ല. അതിൽ സുപ്രീം കായ് പറയും, ഇത് മാന്ത്രിക ശക്തിയിലാണ് ഇത്രയും സ്പീഡിൽ മുൻപോട്ടേക്ക് പോകുന്നത്. നമ്മളിപ്പോ പോകുന്നത് വാർപ്പിലേക്കല്ല എന്ന് ഇപ്പോ ആ ബ്ലൂ മാനോട് ചോദിക്കും. അതിനവൻ പറയും, അതെ, നമ്മൾ പോകുന്നത് വാർപ്പിലേക്കാണ്. ഗോക്കുനാണെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാവില്ല. അതിന് സുപ്രീം കായ് പറയും, നമ്മൾ ഡീമൺ വേൾഡിലേക്ക് പോകണമെങ്കിൽ ആദ്യം വാർപ്പിലേക്ക് പോകണം. അവിടെ ലോകവും അതുപോലെ തന്നെ ഡീമൺ ലോകവും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക ഭാഗമാണ് വാർപ്പ്. അവിടുന്ന് പെർമിഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഡീമൺ വേൾഡിലേക്ക് പോകാനോ ഡീമൺ വേൾഡിലുള്ളവർക്ക് പുറത്തേക്ക് പോകാനോ സാധിക്കും. സുപ്രീം കായ് ആണെങ്കിൽ ഇപ്പൊ ബ്ലൂ മാനോട് ചോദിക്കും, സത്യത്തിൽ നിങ്ങളുടെ തേർഡ് കിങ് അദ്ദേഹം പറഞ്ഞിട്ടല്ലേ ഗോക്കുവിനെ ഇപ്പൊ കൂട്ടിക്കൊണ്ട് പോകുന്നത്? അതിനവൻ പറയും, അതെ, ആ ഒരു ഗോമ മോൺസ്റ്ററിനെ തോൽപ്പിക്കാൻ ഗോക്കുവിനെ കൊണ്ടേ കഴിയൂ. ബാബിഡിയെ തോൽപ്പിച്ചവനാണ് ഗോക്കു. അതുകൊണ്ട് തന്നെ ആ ഒരു പവർ അതെല്ലാം ഉപയോഗിച്ചാൽ മാത്രമേ അവനെ തോൽപ്പിക്കാനായിട്ട് കഴിയൂ. അവൻ സൈസിൽ വളരെ ചെറുതാണെങ്കിലും അവന്റെ പവറും തന്ത്രശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ വേറെ ലെവലാണ്. സോ അതേ ലെവലിൽ നിന്ന് വേണം അവനെ തോൽപ്പിക്കാൻ. അത് കേട്ട് ഗോക്കു ആണെങ്കിൽ വമ്പ ബോസൊക്കെ കൊടുത്ത് അവരോട് സംസാരിക്കും. ഓ, അപ്പ വില്ലൻ വലിയ വില്ലനാണല്ലേ, അതുകൊണ്ടാണല്ലേ എന്നെ കൊണ്ടുപോണേ. ഞാനൊരു വലിയ സൂപ്പർ ഹീറോ ആയതുകൊണ്ട് വലിയ വില്ലന്മാരെയാണ് ഞാൻ എപ്പോഴും തകർക്കാറ്. ഇതും എനിക്ക് പറ്റിയൊരു ഇര തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. എത്രയും വേഗം അവനെ തല്ലിക്കൊന്ന് എനിക്ക് ഡണ്ടയെ കണ്ടെത്തി അവനുമായി തിരികെ നമ്മളുടെ ഭൂമിയിലേക്ക് വരണം. ബ്ലൂമാൻ ആണെങ്കിൽ ദൂരത്തായിട്ട് പ്ലാനറ്റ് ബട്ടാമി കാണിച്ചു കൊടുക്കും. ഇതാണ് പ്ലാനറ്റ് ബട്ടാമി. അതുകൊണ്ട് ഇപ്പൊ സുപ്രീം കായ് ആണെങ്കിൽ അദ്ദേഹത്തോട് വാഹനം ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറയും. എനിക്ക് സുപ്രീം കായ് കിബേട്ടോയ്ക്ക് ഇവിടുത്തെ ലൊക്കേഷൻ ഒന്ന് അയച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ അവരുടെ പേടകത്തിൽ കയറി അവർക്കും കറക്റ്റായിട്ട് ഇവിടേക്ക് വരാൻ കഴിയൂ. അത് കേട്ട് അവൻ ഇപ്പോ ആ പേടകം നിർത്തി കൊടുക്കുകയാണ്. കിങ് ആണെങ്കിൽ സുപ്രീം കായ് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഡിവൈസ് ഉപയോഗിച്ച് ഇപ്പോൾ ലൊക്കേഷൻ അയക്കാനായിട്ട് തുടങ്ങും. സുപ്രീം കായ് ആണെങ്കിൽ അവനോട് പറയും, ഓക്കെ, ഞാനത് കംപ്ലീറ്റ് ചെയ്തു, നമുക്ക് പോവാം. അങ്ങനെ അല്പം കൂടെ മുൻപോട്ടേക്ക് പോകുമ്പോൾ ആ വാർപ്പ് കാണും. ഗോക്കു ആണെങ്കിൽ അത് എന്താണെന്ന് ചോദിക്കും. അതിന് സുപ്രീം കായ് പറയും, അതാണ് വാർപ്പ്. ഗോക്കുനാണെങ്കിൽ നിന്നെ കാണുമ്പോൾ ഒരു ഗോൾഡ് വിഷ് ആയിട്ടായിരിക്കും തോന്നുക. വാവ്, നിന്നെ കാണാൻ ഒരു ഗോൾഡ് വിഷിനെ പോലെയുണ്ട്, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറയും. അതിനത് പറയും, ഞാൻ ഗോൾഡ് വിഷ് ഒന്നും അല്ല, ഞാനാണ് വാർപ്പ്. ഗോക്കു ആണെങ്കിൽ നിർത്താതെ അതിനെ ഗോൾഡ് ഫിഷ് എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കും. അതിനാണെങ്കിൽ ദേഷ്യം കൂടി വരും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഗോൾഡ് ഫിഷ് എന്ന് വിളിച്ച് കളിയാക്കും. ഉടനെ സുപ്രീം കായ് ആണെങ്കിൽ ഗോക്കുവിന്റെ വാ പൊത്തിപ്പിടിച്ച് അവനോട് ദേഷ്യപ്പെടും. മര്യാദക്കിരിക്കെ, അവൻ വളരെ സെൻസിറ്റീവ് ആണ്. അവൻ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് ആ ഒരു ഡീമൺ വേൾഡിലേക്ക് പോകാൻ കഴിയൂ, അവിടുന്ന് തിരികെ വരാനും കഴിയൂ. സോ അവനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. ആ വാർപ്പാണെങ്കിൽ ഇപ്പോ നിങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിക്കും. ഉടനെ ബ്ലൂമാൻ ഗ്ലോറിയോ ആണെങ്കിൽ അവനോട് പറയും, അല്പം മുൻപാണ് ഞാൻ നിങ്ങളുടെ പുറത്തേക്ക് പോകുന്നത്. ഞാൻ ആ ഡീമൺ വേൾഡിലുള്ള ആളാണ്, എനിക്ക് തിരികെ ഡീമൺ വേൾഡിലേക്ക് പോകണം. അതിന് വാർപ്പ് പറയും, ആരാണെന്ന കാര്യം എനിക്ക് മനസ്സിലായി, നിന്റെ കൂടെയുള്ളവർ ആരാണ്? നിങ്ങളുടെ രണ്ടുപേരുടെയും ചെവി അതെനിക്ക് കാണിച്ചു തരാനായിട്ട് വാർപ്പാണെങ്കിൽ ഇപ്പോ നമ്മുടെ ആൾക്കാരോട് പറയും. സുപ്രീം കായ് ആണെങ്കിൽ അവന്റെ ചെവി കാണിച്ചു കൊടുക്കും. അത് നീണ്ടിരിക്കുന്നതുകൊണ്ട് അവൻ ആക്സെപ്റ്റ് ചെയ്യും. അതിനുശേഷം ഗോക്കുവിന്റെ ചെവിയും അവരങ്ങനെ നീട്ടും. ഉടനെ ഗോക്കുവിന്റെ ചെവിയും നീണ്ടിരിക്കുന്നതുകൊണ്ട് അവരെ ആക്സെപ്റ്റ് ചെയ്യാണ്. അതിനുശേഷം കോഡ് നമ്പർ എന്താണെന്ന് ചോദിക്കും. സുപ്രീം കായ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ബ്ലൂ മാൻ പറയും, നമുക്ക് അങ്ങോട്ടേക്ക് പോകണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരണമെങ്കിലും ഒരു സീക്രട്ട് കോഡ് നമ്പർ ഉണ്ടാവും. അതുപയോഗിച്ചാൽ മാത്രമേ നമുക്ക് പാസ് ചെയ്യാനായിട്ട് കഴിയൂ. എന്റെ കോഡ് നമ്പർ അത് 8821 എന്ന് പറയും. അടുത്ത നിമിഷം അത് ഓപ്പൺ ആവും. ഇവിടെ ആൾക്കാരും പേടകവും എല്ലാം തന്നെ ആ വാർപ്പിലൂടെ അകത്തേക്ക് പോകും. സുപ്രീം കായ് ആണെങ്കിൽ ടെൻസ്ഡ് ആവും. എത്രയും വേഗം ഈ കോഡ് അതെനിക്ക് നമ്മുടെ ബാക്കിയുള്ള ഫ്രണ്ട്സിനെ അറിയിക്കണം എന്ന് പറഞ്ഞ് അവനത് പാസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ അടുത്ത നിമിഷം തന്നെ റോപ്പ് അത് ക്ലോസ് ആയി അവനെ കൊണ്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല. വാർപ്പ് ആണെങ്കിൽ ഇപ്പോൾ അവരെ ഷഫിൾ ചെയ്ത് അങ്ങനെ ഡീമൺ വേൾഡിലേക്ക് പോകാനുള്ള ആ പാത്തിലേക്ക് അയക്കുകയാണ്. ഒക്കവും സുപ്രീം കായും ആണെങ്കിൽ തലയൊക്കെ കറങ്ങി അങ്ങനെ ഇറങ്ങിയിരിക്കും. ബ്ലൂ മാൻ ആണെങ്കിൽ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അതിന് ഗോക്കു പറയും, എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു. സുപ്രീം കായ് ആണെങ്കിൽ അവനോട് കൺട്രോൾ ചെയ്യാൻ പറയും. അപ്പൊ ദൂരത്തായിട്ട് 3 ഡോറുകൾ കാണുകയാണ്. ഉടനെ ആ ബ്ലൂ മാൻ ആണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കും, ഡീമൺ വേൾഡ് 3 ആയിട്ട് തരം തിരിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് ഡീമൺ വേൾഡിലേക്ക് പോകാനുള്ള ഡോറാണ് ആ റെഡ്, രണ്ടാമത്തേത് ബ്ലൂ, മൂന്നാമത്തേത് യെല്ലോ. നമ്മളിപ്പോ മൂന്നാമത്തേതിലേക്കാണ് പോകാൻ പോകുന്നത്. അത് കേട്ട് സുപ്രീം കായ് ആണെങ്കിൽ അവനോട് പറയും, ആ ഒരു മോൺസ്റ്റർ വില്ലൻ അവനുള്ളത് ഫസ്റ്റ് ഡീമൺ വേൾഡിലല്ലേ? അവിടേക്ക് പോകാൻ ഒരുപാട് ദൂരം ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് സെക്കൻഡ് ഡീമൺ വേൾഡിലേക്കെങ്കിലും പോകാൻ സാധിക്കില്ലേ? ടൂമാൻ ആണെങ്കിൽ തല താഴ്ത്തും, എനിക്ക് തേർഡ് ഡീമൺ വേൾഡിലേക്ക് പോകാനുള്ള ക്ലിയറൻസ് മാത്രമേ ഉള്ളൂ. ഉടനെ മറ്റൊരു വാർപ്പാരുടെ മുൻപിലേക്ക് വന്ന് അവർക്ക് തേർഡ് ഡീമൺ വേൾഡിലേക്ക് പോകാനുള്ള ഡോറ് അല്ലെങ്കിൽ പോർട്ടൽ അത് ഓപ്പൺ ചെയ്ത് കൊടുക്കും. അവരുടെ പേടകൾ ഷഫിൾ ചെയ്ത് ഇതിപ്പോ തേർഡ് ഡീമൺ വേൾഡിലേക്ക് വന്നിരിക്കുകയാണ്.
ബ്ലൂമാൻ ആണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കും ഇതാണ് തേർഡ് ഡീമൺ വേൾഡ്. അവരാണെങ്കിൽ ഷോക്കായിട്ട് ചുറ്റും നോക്കും. വാവ്, ഇത് ശരിക്കും വളരെ ഡിഫറെന്റ് ആയിരിക്കുന്നു, കാണാനും വളരെയധികം ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞ് കാഴ്ച ആസ്വദിക്കും. ഗോക്കുവാണെങ്കിൽ താഴത്തായിട്ട് ഒരു പാത്ത് കാണിച്ചു കൊടുക്കും. അത് കണ്ട് സുപ്രീം കായ് പറയും സത്യത്തിൽ അത് അടുത്ത ഡീമൺ വേൾഡിലേക്ക് പോകാനുള്ള വഴിയാണ്. പണ്ട് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ഓരോരോ വേൾഡിലേക്ക് പ്രയാസം പോകാനും വരാനും കഴിയുമായിരുന്നു. ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോ അതിന് ലിമിറ്റേഷൻ കൊണ്ടുവന്നു. ഇപ്പോ ഈ ഒരു പാത്ത് വഴി അടുത്ത ഡീമൺ വേൾഡിലേക്ക് പോവുക എന്നത് വളരെ റിസ്കിയാണ്. സത്യത്തിൽ ഫസ്റ്റും സെക്കൻഡും ഡീമൺ വേൾഡിലുള്ളവർക്കാണ് ആ വാർപ്പ് അത് യൂസ് ചെയ്യാനായിട്ട് കഴിയുക. ഞാൻ ഇതിനു മുൻപ് ഫസ്റ്റ് ഡീമൺ വേൾഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ വാർപ്പ് ഞാൻ യൂസ് ചെയ്തത്. ദൂരത്തായിട്ടിപ്പോ വലിയൊരു ശില നമ്മുടെ ആൾക്കാർ കാണും. അതിനവൻ പറയും അതാണ് ഫസ്റ്റ് കിങ് ഡാബ്ര, അദ്ദേഹത്തിന്റെ ശിലയാണ് ആ കാണുന്നത്. കുനാണെങ്കിൽ ആ ഡീമൺ വേൾഡ് അത് കുറച്ച് ഇഷ്ടാവും. സത്യത്തിൽ ഡീമൺ വേൾഡ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ കരുതിയത് കുറച്ച് ടെറർ ആയിട്ടുള്ള പ്ലേസ് ആയിരിക്കുമെന്നാണ്. ഇവിടെ മുഴുവൻ പിങ്ക് കളറാണെന്ന് മാത്രമേ ഉള്ളൂ. ഭൂമി പോലെ തന്നെയാണ് ഇവിടവും കാണാൻ. എനിക്കിവിടെ ഇഷ്ടപ്പെട്ടു. അതിന് സുപ്രീം കായ് പറയും അതെ, ഇവിടെ ഏകദേശം ഭൂമി പോലെ തന്നെയാണ്. പക്ഷേ ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും അങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും. മാത്രമല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ചെടികളും മൃഗങ്ങളും ജീവികളും എല്ലാം ഇവിടെ ഉണ്ട്. തേർഡ് ഡീമൺ വേൾഡ് പോലെ ആയിരിക്കില്ല ബാക്കിയുള്ള ഡീമൺ വേൾഡ്സ്, അതും അല്പമൊക്കെ ഡിഫറെന്റ് ആയിരിക്കും എന്ന് പറയും. ഗോക്കു ആണെങ്കിൽ ഇപ്പൊ ബ്ലൂമാനോട് നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഈ പേടകം അല്പസമയത്തേക്ക് താഴെ ഇറക്കാൻ പറ്റുമോ, എനിക്ക് ഫ്രഷ് എയർ അതൊന്ന് ആസ്വദിക്കാനാണെന്ന് പറയും. പിന്നെ അവനാണെങ്കിൽ ഓക്കെ പറഞ്ഞ് ഇപ്പൊ പേടകം താഴെ ഇറക്കും. ഗോക്കുവും അതുപോലെ തന്നെ സുപ്രീം കായും അവർ രണ്ടുപേരും പുറത്തേക്ക് വരും. ഗോക്കു ആണെങ്കിൽ ആ ഒരു എയർ അതങ്ങനെ സ്മെല്ല് ചെയ്യാണ്. ഓ നോ, ഇതിനെന്തോ ഒരു വൃത്തികെട്ട മണമുണ്ടെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ ട്രെയിൻ ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷേ അവിടെ ട്രെയിൻ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ആ കാര്യം അവൻ ബ്ലൂമാനോട് പറയും. ബ്ലൂമാൻ പറയും ഇവിടെ ഗ്യാസ് കലർന്ന ഒരുതരം കട്ടിയുള്ള കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് മൂവ് ചെയ്യാനൊക്കെ അല്പം പ്രയാസമായിരിക്കും. പക്ഷെ ടെൻഷൻ ആവണ്ട, നമുക്ക് യാതൊന്നും ഈ ഗ്യാസ് എയർ കൊണ്ട് നമുക്ക് യാതൊന്നും അഡ്വേഴ്സ് ആയിട്ട് സംഭവിക്കില്ല എന്ന് പറയും. അത് കേട്ട് ഗോക്കു ആണെങ്കിൽ ഹാപ്പി ആയിട്ട് ഓരോ ഭാഗത്തൂടെയും ചാടിത്തുള്ളി നടക്കും. സുപ്രീം കായ് ആണെങ്കിൽ അത്ഭുതത്തോടു കൂടെ അവിടെ നോക്കും. ഞാൻ ആദ്യമായിട്ടാണ് തേർഡ് ഡീമൺ വേൾഡിൽ വരുന്നത്. ബ്ലൂമാൻ ആണെങ്കിൽ സുപ്രീം കായോട് ചോദിക്കും നിങ്ങളൊരു ഗ്ലിഡല്ലേ, സോ അതിനർത്ഥം നിങ്ങൾ സെക്കൻഡ് ഡീമൺ വേൾഡിലായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? അതിനവൻ പറയും അതെ, സെക്കൻഡിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. നമ്മുടെ ഗോക്കു ആണെങ്കിൽ ഒരു എലിയുടെ പിന്നാലെ ഓരോ ഭാഗത്തൂടെ അങ്ങനെ ഓടിയും ചാടി നടക്കുകയാണ്. അതുകൊണ്ട് ബ്ലൂമാൻ ആണെങ്കിൽ വിളിച്ചു പറയും ശ്രദ്ധിച്ചു പോ, ആ ബ്ലാക്ക് കുഴിക്കകത്ത് വീണ് കഴിഞ്ഞാൽ നിന്റെ പൊടി പോലും കിട്ടില്ല. ഗോക്കു ആണെങ്കിൽ ആ വലിയ കുഴി കണ്ട് ഷോക്കായിട്ട് നിൽക്കും. അപ്പോഴായിരിക്കും കുറെ മോൺസ്റ്റേഴ്സ് അവരവിടേക്ക് വന്ന് ഇപ്പൊ ഗോക്കുവിന് നേരെ അമ്പ ചെയ്യുക. അവിടുത്തെ കാറ്റ് ഹെവി ആയതുകൊണ്ട് തന്നെ വളരെ സ്ലോയിലായിരിക്കും അമ്പും കുന്തമൊക്കെ അവർക്ക് നേരെ വരിക. ബ്ലൂമാൻ ആണെങ്കിൽ ഗോക്കുവിനെ മാറ്റി നിർത്തി ഒരു ഗൺ എടുത്ത് അവറ്റകൾ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ബ്ലൂമാൻ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയും ടെൻഷൻ ആവേണ്ട കാര്യമില്ല, അത് വെറും ഒരു കൊള്ളക്കൂട്ടമാണ്. നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് പോകണം. അടുത്ത ഒരു ടൗൺ ആണ് നമ്മുടെ ലക്ഷ്യം. നൈറ്റ് അവിടെ ഏതെങ്കിലും ഹോട്ടലിൽ നമുക്ക് സ്റ്റേ ചെയ്യാം. നെക്സ്റ്റ് ഡേ നമുക്ക് കിങ്ങിനെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവരാണെങ്കിൽ പേടകത്തിൽ കയറി അങ്ങനെ മുൻപോട്ടേക്ക് പോകും. പേടകമാണെങ്കിൽ വളരെ സ്ലോയിലാണ് പോകുന്നത്. ആ ഒരു ഗ്യാസിന്റെയും കാറ്റിന്റെയും ശക്തി കൊണ്ടാണ് പേടകം ഇപ്പൊ പതിയെ പോകുന്നത്. ഉടനെ ഗോക്കും സുപ്രീം കായും ആണെങ്കിൽ ദൂരത്തായിട്ട് കത്തിയെരിയുന്ന ഒരു മല അങ്ങനെ പറന്നു നടക്കുന്നത് കാണും. അതുകൊണ്ട് അവർ അത്ഭുതപ്പെടുമ്പോൾ ബ്ലൂമാൻ പറയും ആക്ച്വലി ആ ഒരു മലയിൽ നിന്ന് ക്രിയേറ്റ് ആവുന്ന ഗ്യാസ് ആണ് ഇതിനൊക്കെ കാരണം. ഇവിടെ ഇതുപോലെ ഒരുപാട് വോൾക്കാനോസ് ഉണ്ട്, അതിടയ്ക്ക് പൊട്ടുമെന്ന് പറയും. അടുത്ത നിമിഷം ഒരു വോൾക്കാനോ പൊട്ടുവാണ്. ഇപ്പൊ ഭൂമിയിൽ സമയം രാത്രി ആയിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടാവും. നമുക്ക് പട്ടണത്തിലേക്ക് എത്തിയാൽ ഉടൻ റെസ്റ്റ് ചെയ്യാനായി ഹോട്ടലിലേക്ക് പോവാന്ന് പറയും. അല്പനേരം കൊണ്ട് തന്നെ അവർ ആ പട്ടണത്തിലെത്തി ഹോട്ടലിലേക്ക് കടന്നു വരും. ബ്ലൂമാൻ ആണെങ്കിൽ 2 റൂം ആവശ്യപ്പെടും. 30,000 ആയിരിക്കും റെന്റ് ആയിട്ട് ഇപ്പൊ റിസപ്ഷനിസ്റ്റ് ചോദിക്കുക. അത് കേട്ട് ബ്ലൂമാൻ ഞെട്ടും. ഇത് വളരെ കൂടിയ താരിഫാണ്, ഇത്രയും താരിഫൊന്നും വരാറില്ല. ബ്ലൂമാൻ ആണെങ്കിൽ അവനെ മിരട്ടി 2 റൂമിന്റെ കീ അത് ഒപ്പിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ അവനോട് പറയും ഞാൻ രാവിലെ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ ഭക്ഷണം കഴിച്ചതാണ്, എനിക്ക് നന്നായിട്ട് വിശക്കുന്നു. പിന്നെ ബ്ലൂമാൻ ആണെങ്കിൽ അവരെ കൂട്ടി അടുത്തുള്ള ഒരു ബാറിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് ഹാംബർഗർ അത് ഞാൻ കഴിക്കാനായിട്ട് മേടിച്ചു തരാമെന്ന് പറഞ്ഞ് ഹാംബർഗർ ഇപ്പൊ അവിടെ നിന്ന് മേടിച്ചു കൊടുക്കുകയാണ്. മാത്രമല്ല കഴിക്കാൻ ഡ്രിങ്ക്സും. ഗോക്കുവിനാണെങ്കിൽ അത് ഒരുപാട് ഇഷ്ടപ്പെടും. വാവ്, ഈ ഹാംബർഗർ അത് ശരിക്കും അടിപൊളിയായിട്ടെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ വെട്ടി വിഴുങ്ങുമ്പോഴായിരിക്കും അവിടെ ഉണ്ടായിരുന്ന കുറച്ച് മോൺസ്റ്റേഴ്സ് അവന്റെ അടുത്തേക്ക് വരിക. നിന്റെ കാത് അത് ഷാർപ്പല്ല, നിനക്കെങ്ങനെ ഇവിടേക്ക് വരാൻ കഴിഞ്ഞു ചോദിക്കും. ഉടനെ ബ്ലൂമാൻ ആണെങ്കിൽ അവരോട് അവിടുന്ന് കടന്നു പോകാനായിട്ട് പറയും. പക്ഷെ അവർ കുറച്ച് മോൺസ്റ്റേഴ്സ് ചേർന്ന് ഇപ്പൊ അവരെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. കൺട്രോൾ പോയ നമ്മുടെ ബ്ലൂമാൻ ആണെങ്കിൽ അവരെ അറഞ്ചം പുറഞ്ഞ് ഇട്ടിക്കുകയാണ്. ഗോക്കുവും വിട്ടുകൊടുക്കാതെ ഫൈറ്റ് ചെയ്ത് ഗ്യാപ്പില് ബർഗർ അങ്ങനെ അടിച്ചു കയറ്റും.
ഉടനെ ഹൾക്കിനെ പോലെ ഇരിക്കുന്ന രണ്ടുപേര് ഇപ്പൊ പുറകിലൂടെ വന്ന് ഗോക്കുവിനെ അറ്റാക്ക് ചെയ്യാണ്. ഗോക്കു ആണെങ്കിൽ അപ്പോഴും ബർഗർ വിട്ടുകൊടുക്കാതെ ചാടിയും കറങ്ങിയും അവർ രണ്ടുപേരെയും ചവിട്ടി താഴെയിടും. അപ്പോൾ വേറെ ഒരുത്തൻ വലിയൊരു കോടാലി എടുത്ത് ഗോക്കുവിനെ വെട്ടാൻ ശ്രമിക്കും. ആണെങ്കിൽ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അങ്ങനെ വെട്ടിത്തിരിഞ്ഞ് അവനെ ആഞ്ഞടിക്കും. പിന്നീട് അവിടേക്ക് വന്ന വില്ലന്മാരെ എല്ലാം ഹീറോ ആണെങ്കിൽ കറങ്ങി തിരിഞ്ഞ് അട്ടിച്ച് താഴെ വീഴ്ത്തുകയാണ്. അങ്ങനെ സെക്കൻഡുകൾ കൊണ്ട് അവരുടെ കഥ കഴിച്ച് അവനാണെങ്കിൽ വീണ്ടും ഹായ് ആയിട്ട് ഹാൻബർഗേഴ്സ് തിന്നുകൊണ്ടേയിരിക്കും. പിന്നീട് ഹോട്ടലിലേക്ക് വന്ന് കൂർക്കം വലിച്ച് രണ്ടുപേരും ഉറങ്ങുകയാണ്. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് ഇപ്പൊ ബ്ലൂമാൻ ആണെങ്കിൽ അവിടേക്ക് വന്ന് അവരെ രണ്ടുപേരെയും വിളിച്ച് പുറത്തേക്ക് അങ്ങനെ നടന്നു വരികയാണ്. അവരാണെങ്കിൽ പ്ലെയിൻ അത് പാർക്ക് ചെയ്ത സ്ഥലത്ത് എത്തുമ്പോഴായിരിക്കും വണ്ടർ അടിക്കുക. അവിടെ അവരുടെ പ്ലെയിൻ അത് കാണാനില്ല. അത് കണ്ട് അവർ ഷോക്കായി നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.